ഹലോ ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്ന ഒരു തകർപ്പൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷിനെ അന്വേഷിച്ചിട്ട് നമ്മുടെ സുഭാഷേട്ടനും ഹരീഷും നികേഷും കൂടി ഇറങ്ങാണ്. അതിൻ്റെ ഇടയിൽ സുധീഷിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, സുധീഷ് പണവും സ്വർണവും കൊണ്ടല്ലേ പോയത്, ഇതൊക്കെ അറിഞ്ഞ് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ തന്നെ ജീവനോടെ കിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും നടക്കണതെന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷേട്ടനൊക്കെ പേടിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷേട്ടനും ഹരീഷും നികേഷും കൂടി പുറത്ത് പോവാണ് നമ്മുടെ സുധീഷിനെ അന്വേഷിച്ചിട്ട്. അങ്ങനെ റോഡിൽ വെച്ച് നമ്മുടെ ഹരീഷിൻ്റെ ബൈക്കുമ ഒരു വണ്ടി വന്ന് ഇടിക്കുകയാണ്. ആ വണ്ടിയിലാണെങ്കിൽ നമ്മുടെ സുധീഷും സുധീഷിനെ തട്ടിക്കൊണ്ട് പോകുന്നവരും ഉണ്ട്. സുധീഷിൻ്റെ വായാണെങ്കിൽ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്, ആരും ശബ്ദം പുറത്ത് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ സുധീഷ് ആ വണ്ടിയിൽ ഉണ്ടെന്ന് അറിയാതെ തന്നെ നമ്മുടെ സുഭാഷ് ചേട്ടനും ഹരീഷും നികേഷും കൂടി ആ വണ്ടിയിലുള്ളവരെ തല്ലാൻ വേണ്ടി പോവുക, നമ്മുടെ ഹരീഷിനെ വണ്ടി ഇടിപ്പിക്കാൻ നോക്കിയത് കൊണ്ട്. അങ്ങനെ ഇരിക്കും നമ്മുടെ സുധീഷ് ആണെങ്കിൽ തല പുറത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ നികേഷ് സുഭാഷ് ചേട്ടൻ അതേ സുധീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ഒച്ചവെക്കാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഗുണ്ടകൾക്ക് മനസ്സിലാവാണ് ഇവർക്ക് ഈ സുധീഷുമായിട്ട് പരിചയമുണ്ടെന്ന്. അപ്പോൾ തന്നെ ആ ഗുണ്ടകൾ സുധീഷിനെയും കൊണ്ട് സ്ഥലം വിടാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹരീഷും നികേഷും സുഭാഷ് ചേട്ടനും കൂടി അവരുടെ പിന്നാലെ പോയിട്ട് നമ്മുടെ സുധീഷിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടനും ഹരീഷ് എല്ലാവരും കൂടി അവരെ ഇടിച്ചിട്ട് അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കുകയാണ്, ഇത് ആരാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന്. അപ്പോൾ ആ ഗുണ്ടകൾ രാജീവ് സാറിൻ്റെ പേര് പറയാണ്, അതായത് നമ്മുടെ നിധിയുടെ അച്ഛൻ്റെ പേര്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്